എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ദേവികയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഇപ്പൊ ഫിക്സ് ചെയ്തിരിക്കുന്ന നിഷയുടെ മാരേജ് നടക്കാൻ പാടില്ല. വാട്ട്? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇയാൾ വിചാരിച്ച നിഷയൊന്ന് പുറത്തെത്തിച്ചു തരാൻ പറ്റില്ലേ? ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഇറ്റ്സ് ഫൂളിഷ്നെസ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, തനിക്ക് നിഷയൊന്ന് പുറത്തെത്തിച്ചു തരാൻ പറ്റൂ? അവക്കെ നല്ലൊരു ലൈഫ് വെയിറ്റിംഗിലാ. ഞാനായിട്ട് അത് നശിപ്പിക്കാൻ കൂട്ടു നിൽക്കില്ല. ഇതിനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. വെറുതെ മനുഷ്യനും മെനക്കെടുത്താൻ വേണ്ടി. ഒരു മിനിറ്റ്. ഇയാള് പറഞ്ഞല്ലോ നിഷയ്ക്ക് നല്ലൊരു ലൈഫ് വെയിറ്റിംഗ് ആണെന്ന്. എന്താ അത്? അവക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ സ്നേഹം നടിച്ച് കഴിയുന്നു? അതോ ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വയം സങ്കടപ്പെട്ട് ഒരു ജീവിതം മുഴുവൻ തീർക്കുന്നു? അവളെ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ വേണ്ടാന്ന് വെച്ച് ജീവിക്കാൻ അവൾക്ക് പറ്റൂ? പോയെന്ന് ചോദിച്ചു നോക്ക്, അവൾ ഹാപ്പിയാണോ? 10-25 വർഷം വളർത്തി വലുതാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ 4 ദിവസമൊക്കെ കാണാതിരുന്ന തീരാവുന്ന സ്നേഹമേ ഉള്ളൂ മറ്റുള്ളവർക്കൊക്കെ. അത് അവള് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. കുടിക്ക്, വാനടാ. ഇത് അവളാണല്ലോ. നീ സംസാരിക്കേ. എനിക്ക് ചെയ്യാൻ പറ്റില്ല. സംസാരിക്കടാ, അലമ്പാക്കല്ലേ. ഹലോ, ഞാനാ ദേവിക. ഞാൻ നിഷയോട് സംസാരിച്ചിരുന്നു. ഇവിടെ ഉറപ്പിച്ച മാരേജ് നടന്നാ പിന്നെ അവള് ജീവനോടെ ഇരിക്കില്ല എന്നാ പറഞ്ഞേ. ആ മാരേജ് നടക്കില്ല. അതെന്താ? അതിനു മുന്നേ നിഷയും നാസറുമായിട്ടുള്ള മാരേജ് നടന്നിരിക്കും. ഞാനിപ്പോ വിളിക്കുന്നത് നിഷയ്ക്ക് വേണ്ടിയിട്ടാ. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മതി. നാളെ നിഷ ഒന്ന് പുറത്തെത്തിച്ചു തരാൻ പറ്റുമോ? നിഷ എണീറ്റേ, വേഗാവട്ടെ. എടാ, അവര് വിളിച്ചായിരുന്നോ? ആ, അവരാണോ? സമാധാനായി, എന്തായാലും എത്തിയല്ലോ. എന്നാ നമുക്ക് വീട്ടിലോട്ട് പോവാം. വാ, അകത്തേക്കോ. പാർവതി, അവർക്ക് എന്തായാലും കഴിക്കാൻ എടുക്ക. സൗകര്യങ്ങളൊക്കെ കുറവാണേ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ഇപ്പോഴൊരു സമാധാനമായിരുന്നു. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? മോളെ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലേ. ഒരുപാട് കാത്തിരിക്കായിരുന്നല്ലേ? ഹാപ്പി അല്ലേ? രാജേഷ് എവിടെ? അവനൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ. അത് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞൊക്കെ. ഇനിയിപ്പോ താമസിപ്പിക്കേണ്ട കാര്യമില്ല. താലിയുടെ താലിയുടെ താലി എന്തെങ്കിലും താലിയുടെ അവളുടെ അമ്മയച്ഛനും. ഓ,
മാരേജ് ഗിഫ്റ്റ്. നിന്റെ ആരും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, സോറി. നീയല്ലടാ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അവള് കേൾക്കണ്ട. അമ്മയെ പരിചയപ്പെടണ്ടേ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആൾക്കാർ എന്തിനാ കരയുന്നത്? ഇയാള് ചെയ്തു തന്നെയാ ശരി. ഞാൻ ഈ കാര്യത്തിന്റെ ഒരു വശം മാത്രമേ ചിന്തിച്ചുള്ളൂ. ശരിക്കും ഇവരൊക്കെ തന്നെയല്ലേ ഒന്നാവണ്ട്. ഓരോ കാര്യവും നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതിലാണല്ലേ. ദേഷ്യം വന്ന പിന്നെ എനിക്ക് കണ്ണും മൂക്കും കാണില്ല. അതാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ. സോറി. അല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ പഠിച്ച് എത്ര പേരുണ്ടാ ആ ജോലി തന്നെ ചെയ്യുന്നത്. നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരടാ ജീവിതത്തിൽ നമ്മളെക്കാട്ടും വേഗത്തിൽ കയറി പോവാ. നമ്മുടെ ടുട്ടൂനെ പോലെ. അതെ. നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. പുറത്ത് കേൾക്കുമ്പോൾ വിനോദ് പറയുന്നത് കേട്ട് ഇത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണെന്ന്. തിയറിക്ക് നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാർക്കാണല്ലോ. പ്രാക്ടിക്കലിന് എനിക്ക് 85% മാർക്കുണ്ട് സാർ. ഇവിടെ വന്ന ആപ്ലിക്കേഷനിൽ ഏറ്റവും പോർ നിങ്ങളാണല്ലോ. സോ നിങ്ങളെപ്പോലുള്ള ഒരാളെ സെലക്ട് ചെയ്യാനുള്ള റിസ്ക് ഈ കമ്പനി ഏറ്റെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനല്ലേ സാർ ഏറ്റവും വലിയൊരു റിസ്ക് എടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണേലും ഒരു എംപ്ലോയിയെ പിരിച്ചുവിടാം. അതുപോലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുന്ന ഞാൻ എടുക്കുന്ന റിസ്ക് അല്ലേ സാർ ഏറ്റവും വലുത്. അവനിപ്പോൾ ആ കമ്പനിയിലെ സോണൽ മാനേജറാ. അതൊന്നും അല്ല അളിയാ. അവനില്ലേ, അവൻ ആളൊരു വേന്ദ്രനായിരുന്നു. അവൻ്റെ കൂടെ നിൽക്കണാരാന്ന് മനസ്സിലായോ? ഓർക്കുന്നുണ്ടോ നമ്മളൊന്ന് അന്താക്ഷരി കളിച്ചപ്പോൾ അവൻ പാടിയ പാട്ട്? എണ്ണക്കറുപ്പിന്നേഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. എണ്ണക്കറുപ്പിന്നേഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. മിഴികളിൽ വിടരും പൂവഴക് മൊഴികളിലോ തേൻ. ആനച്ചന്തം ഗണപതി മേളച്ചന്തം. നമ്മളൊക്കെ ചേക്കപ്പെട്ടിനോട് യാത്ര പറഞ്ഞപ്പോൾ അവൻ അവളോട് പറഞ്ഞതാണെന്നറിയോ? ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞു ഭാവിയിൽ എനിക്ക് ഇരട്ടക്കുട്ടികളായിരിക്കുമെന്ന്. അവരുടെ അമ്മേനെ ഞാൻ കൺമണി എന്ന് വിളിച്ചോട്ടെ. അവളെ പഠിപ്പിച്ചതും ജോലി വാങ്ങി കൊടുത്തതൊക്കെ അവനാടാ.